ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി? കഴിഞ്ഞോ എല്ലാവരും? ഇവിടെ അൽഹംദുലില്ലാ എല്ലാതും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് ഹെൽപ്പും ഉമ്മക്ക് ചെയ്തു തരും. ദിവ അങ്ങോട്ട് പിടിക്കണോ, ടീ പോയി പിടിക്കണോ, ഒക്കെ ഉമ്മ എന്നെ വിളിച്ച് ഞാൻ വരും. കുഞ്ഞുവാവനെ കണ്ടെല്ലാവരും, ഞാനൊരു കാര്യം പറഞ്ഞതാട്ടോ. നമ്മളിവിടെ കുഞ്ഞുവാവുണ്ടല്ലോ, രാവിലെ തന്നെ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന് ഉമ്മ നല്ല പണിയില്ല. അപ്പോൾ വേഗം ചായയൊക്കെ വാങ്ങി കുടിക്കണുണ്ടപ്പോൾ ഉമ്മാക്ക് തോന്നി, ഓ അല്ലാ പാവം, ഇന്ന് നിർബന്ധിക്കാതെ തന്നെ ചായയൊക്കെ വാങ്ങി കുടിക്കണ്ടല്ലോ. പക്ഷെ ആ ഒരാൾ പോയത് നേരിട്ട് കാർട്ടൂൺ കാണുന്നതേക്കാട്ടോ. കാർട്ടൂൺ കാണാനുള്ള തയ്യാറെടുപ്പാണ് കുഞ്ഞുവാവ നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഉമ്മ അറിഞ്ഞില്ല. പക്ഷേ കാർട്ടൂൺ കണ്ടിരുന്ന കുഞ്ഞുവാവുണ്ടല്ലോ, ഉമ്മാനെ കണ്ടപ്പോൾ തന്നെ കാർട്ടൂണിൽ നിന്ന് യാസീനിക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊന്ന് കുഞ്ഞുവാവ ഹെൽപ്പ് ചെയ്യാനില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുവാവയെ ഹെൽപ്പ് ചെയ്യാൻ വരും. പിന്നെ ഇപ്പോൾ അധികം അങ്ങനെ ഇങ്ങോട്ട് പണിയില്ല കേട്ടോ, കാരണം പുറത്തതും കിച്ചണിത്തതൊക്കെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. വിൻഡൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാനുള്ളൂ. 2-3 ദിവസം മുമ്പ് ഉമ്മ ആ ഒരു വിൻഡോ ബ്രൗൺ കളറായിരുന്നു, അപ്പോൾ അതിനുമ്മ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്ത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിൻഡോ ഒന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനില്ല. പിന്നെ ക്ലീനിങ് ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നോമ്പിനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്ലീനിങ്, അതല്ലെങ്കിൽ ആ ഒരു ഒരുക്കങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് തോന്നുക. പിന്നെ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യുമ്പോൾ ഉമ്മ പണ്ട് ഉമ്മയുടെ നോമ്പിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എനിക്കത് കേൾക്കാനും ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ക്ലീനായിട്ടുണ്ട്. ഈ ഒരു കുഷ്യൻ കവറൊക്കെ ഉണ്ടല്ലോ, അത് ഉമ്മ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാട്ടോ. അപ്പോൾ അതും അവിടെ വെച്ച് കൊടുത്തു. അത്യാവശ്യമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് കഴിയാൻ വേണ്ടി പോണ സമയത്ത് കറണ്ട് പോവും. അതിന്നും തെറ്റിയിട്ടില്ല, ഞാൻ വിചാരിച്ച പോലെ തന്നെ വൈകിട്ടായപ്പോൾ കറണ്ട് പോയിട്ടോ. അങ്ങനെ രാത്രിയാണ് ഇപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാതും ക്ലീനായി, എല്ലാതും സെറ്റായി കഴിഞ്ഞു. അൽഹംദുലില്ലാ നമ്മളെ വീടും പരിസരവും എല്ലാതും ക്ലീനായിട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളെ മനസ്സും ശുദ്ധിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ. അതേപോലെ തന്നെ ഈ റമദാനിൽ അള്ളാഹുവേ നമുക്കെല്ലാവർക്കും നോമ്പ് എടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു തന്നെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ നമ്മൾ എടുക്കുന്ന നോമ്പ്, ഓരോ നോമ്പും അള്ളാഹ് സ്വീകരിക്കുന്ന നോമ്പുകളാക്കി നമുക്കത് മാറ്റിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.